ഫിഫ ക്ലബ് ലോകകപ്പിൽ ബ്രസീൽ ക്ലബ് ഫ്ലുമിനൻസിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ചെൽസി ഫൈനലിലെത്തിയത്. പുതുമുഖ താരം ബ്രസീലിന്റെ യാവോ പെഡ്രോയാണ് 2 ഗോളും നേടിയത്. ആരും കൊതിക്കുന്ന തുടക്കമാണ് പുതിയ ക്ലബിൽ പെഡ്രോയുടേത്. 2 ആഴ്ച മുമ്പാണ് താരം ചെൽസിയിലെത്തിയത്. ഫ്ലുമിനൻസിനെതിരെ നീലക്കുപ്പായത്തിൽ രണ്ടാമത്തെ മത്സരത്തിന്റെ 18-ാം മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്ന് പെഡ്രോ നെറ്റോ ബോക്സിലേക്ക് നൽകിയ പാസ് തിയാഗോ സിൽവ ക്ലിയർ ചെയ്തെങ്കിലും നേരെ പന്ത് വന്നു വീണത് പെഡ്രോയുടെ കാലുകളിൽ. പന്തുമായി അല്പം മുന്നോട്ട് കയറി പെഡ്രോ എടുത്ത വലങ്കാലൻ ഷോട്ട് ഗോൾ കീപ്പർ ഫാബിയോയെ കീഴ്പ്പെടുത്തി ഫ്ലുമിനൻസ് വലയിലെത്തി. 56-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് എൻസോ നൽകിയ പന്ത് സ്വീകരിച്ച് ബോക്സിനുള്ളിലേക്ക് കയറിയ പെഡ്രോ 2 പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ച് തൊടുത്ത ബുള്ളറ്റ് ഷോട്ട് ബാറിൽ തട്ടി വലയിലെത്തി. തകർപ്പൻ 2 ഗോളുകൾ നേടിയിട്ടും ബ്രസീലുകാരൻ ആഘോഷിക്കാൻ നിന്നില്ല. കാരണം അപ്പുറത്ത് തന്റെ ബാല്യകാല ക്ലബ്ബായിരുന്നു. അതുകൊണ്ട് തന്നെ താരം മതിമറന്ന് ആഘോഷിക്കാൻ നിന്നില്ല. ഫ്ലുമിനൻസിനൊപ്പമാണ് പെഡ്രോ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത്. 36 മത്സരങ്ങളിൽ ടീമിനായി കളത്തിനിറങ്ങി. അവിടെ നിന്നാണ് 2020-ൽ ഇംഗ്ലണ്ടിലെത്തുന്നത്. ചെൽസിക്കായി ആദ്യ ഗോൾ നേടാനായതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷേ ഈ ടൂർണമെന്റ് ഫ്ലുമിനൻസിനും വളരെ നിർണായകമായിരുന്നു. ക്ഷമിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് പ്രൊഫഷണലായി കളിക്കാം. ഞാൻ ചെൽസിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ഗോളുകൾ നേടാനാണ് അവർ എനിക്ക് പണം നൽകുന്നത്. ഈ ഗോൾ നേട്ടത്തിൽ സന്തോഷിക്കുന്നുവെന്നും യാവോ പെഡ്രോ മത്സരശേഷം പ്രതികരിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.